നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. വക്കീല, നല്ല സുന്ദരനായിരുന്നു. ഞാൻ കണ്ടപ്പോൾ മുഖമൊക്കെ നല്ല വീങ്ങി, കണ്ണിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ തുടിച്ച്, കണ്ണൊക്കെ ചുമന്ന് വളരെ മോശമായിട്ടിരിക്കുന്നു. നല്ല മദ്യപാനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, നല്ല വെള്ളമടി അല്ലിയോടാന്ന് ചോദിച്ചു. നീ അടിക്കത്തില്ലയോ? തിരിച്ചുള്ള ചോദ്യം. നീ അടിക്കത്തില്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ അടിക്കും. ഞാനും അടിക്കും. ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ ഇപ്പോഴും സ്ഥിരമടി ഉണ്ടല്ലോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. ദിവസം അടിക്കുമോ? സന്തോഷത്തിന് വേണ്ടിയാണ് അടിക്കുന്നത്. നമ്മൾ ദിവസം അടിക്കും. എപ്പം മുതൽ തുടങ്ങും? ഒരു 10-11 മണിയാകുമ്പോൾ തുടങ്ങുമോ? ഞാൻ പറഞ്ഞു, അത് നേരത്തെ തുടങ്ങും. ഒരു 8 മണിയാകുമ്പോൾ തുടങ്ങും. അതൊന്നുമില്ല, 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും. അവൻ കുറച്ചുകൂടെ ന്യായീകരിച്ചത്. ഈ മദ്യപന്മാർക്കൊരു ദോഷമുണ്ട്. മറ്റുള്ളവരെയും മദ്യപന്മാരാക്കാനുള്ള പ്രവണത. അത് അവരുടെ അപകർഷതയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ വെള്ളം അടിച്ചിടയ്ക്കെങ്കിലും നിൻ്റെ മുഖത്തൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ചെയ്തിട്ടില്ല. നീ ഏതാണ്ട് വല്ലതും ചെയ്യുന്നുണ്ടോ? ബ്യൂട്ടി പാർലർ വല്ലതും പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ബ്യൂട്ടി പാർലറിൽ പോയാൽ ഇവിടുത്തെ കൊഴുപ്പ് പോകുമോ? ഞാൻ പറഞ്ഞു, അതിന് പ്രത്യേക ഒരു മരുന്നുണ്ട്. അതിന് അവൻ്റെ മുഖം ഒന്ന് വികസിച്ചു, സന്തോഷമായി. എന്തോ മരുന്ന്? അത് പറഞ്ഞുതരാം, നീ സമയം പോലെ വാ, ഞാൻ വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. വൈകിട്ടൊരു 8 മണിയൊക്കെ ആണെ അളിയൻ വിളിച്ചിട്ട് എന്നോട് മരുന്നൊന്ന് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, മരുന്ന് പറഞ്ഞുതരാം. നീ ചെയ്യുമോ? ചെയ്യാം, ഞാൻ ചെയ്യാം, കൃത്യമായിട്ട് ചെയ്യാം. ഞാൻ ചോദിച്ചു, നീ എത്ര പെഗ് അടിക്കും? ഞാനൊരു 2-3. ഞാൻ പറഞ്ഞു, 3 6 9. നീ എത്ര പെഗ് അടിക്കും പറ. 60 അടിക്കും. 7 അടിക്കുമെന്ന് വിചാരിച്ചു. 8. അന്നേരം നീ അടിക്കുന്ന പെഗ് എൻ്റെ കണക്കാക്കണം. ഒരു പെഗ്ഗിന് 2 കിലോമീറ്റർ വെച്ച് നമ്മൾ ഓടിയാൽ അത് നമുക്ക് ശരീരത്തിന് യാതൊരു കുഴപ്പമുണ്ടാക്കത്തില്ല. എൻ്റെ കണ്ണിൻ്റെ ഇതെല്ലാം മാറും. 8 പെഗ് അടിക്കുമെങ്കിൽ എത്ര നീ ഓടണം? 16 കിലോമീറ്റർ. എന്നിട്ട് രണ്ടാമതോട് 16 കിലോമീറ്ററോ? ഒരുമാതിരി പോക്കർത്തരം പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ 10 ചീത്തയൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ പറഞ്ഞതിലൊരു വാസ്തവമുണ്ട്. ഈ മദ്യപിക്കുന്ന ശീലമുള്ളവർ നന്നായിട്ട് വ്യായാമം ചെയ്താൽ മദ്യത്തിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയും. പൂർണ്ണമായിട്ടല്ല. അവർക്ക് ശരിക്കും മദ്യപിക്കുന്നവർക്ക് വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല. 1 കിലോമീറ്റർ 16 കിലോമീറ്റർ തൊട്ട് 1 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റത്തില്ല. ഈ 8, 9, 10, 8 പെഗ്ഗൊക്കെ ദിവസം അടിക്കുന്നവർക്ക്. അപ്പോൾ വ്യായാമം നല്ല രീതിയിൽ ചെയ്താൽ അതിൻ്റെ കേട് കുറഞ്ഞിരിക്കും. പണ്ടത്തെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് നല്ലോണം വാറ്റുകാരൊക്കെ അടിക്കും, നന്നായിട്ട് ജോലിയും ചെയ്യും. ഈ വാറ്റുകാരെ അടിക്കാൻ പോകുന്നതിന് ഒരു 3-4 കിലോമീറ്റർ നടന്ന് കരിമ്പുംകാട്ടിലൊക്കെയാണ്. ആ പോക്ക് വരെ തന്നെ ഒരു 7 കിലോമീറ്റർ വരും. പിന്നെ അല്ലാത്ത ജോലി അവരൊക്കെ നല്ല മെലിഞ്ഞൊട്ടിയിരിക്കും. മദ്യപത്തിൻ്റെ കേടും ഓർക്കില്ല. പണ്ട് ഈ സിറോസിസ് കുറവായിരുന്നു. ഇപ്പോഴാണ് സിറോസിസ് കൂടുതൽ, ഫാറ്റി ലിവറും സിറോസിസ് കൂടുതൽ. അതായത് കസേര ഇരുന്നുള്ള വെള്ളമടി, കസേര ഇരുന്ന് സുഖിച്ചുള്ള മദ്യപാനം. മറ്റേത് അങ്ങനെയല്ല, നടന്ന് വേർത്ത് ഒക്കെ പോയാൽ മദ്യപിക്കുന്നത്. അപ്പോൾ ആരും മദ്യപിക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, എല്ലാവരും മദ്യപിക്കണമെന്ന് ഞാൻ പറയത്തില്ല. മദ്യപിക്കാൻ വേണ്ടി വ്യായാമം ചെയ്യാതിരിക്കുക. എന്തായാലും രാവിലെ ഞാൻ കുഴമൺ സ്റ്റേഡിയത്തിൽ ഒരു 4.5 കിലോമീറ്റർ കൂടി 4 കിലോമീറ്റർ നടന്നു. നന്ദി, നമസ്കാരം.